ആ ഇരിക്കണം. ഇതാളുടെ KFC അപ്പൂപ്പ. ഞാൻ ഇദ്ദേഹത്തിന്റെ പാരന്റ് ആണോ? അയ്യോ പാലറ്റും തത്തയൊന്നുമല്ല സാറേ, വല്ല തന്തയാണ്. അതെന്തായാലും ഉറപ്പായി. എന്താ സാറേ വിളിച്ചേ? മോന്റെ കലാപരിപാടികളെ പറ്റി പറയാനായിരുന്നു. എടാ ഈ കലാപരിപാടികളാ, എനിക്ക് ഇത്ര കഴിവൊക്കെ ഉണ്ടായിരുന്നാടേ. ഇവൻ കാണിക്കുന്ന തോന്നിയാസത്തെ പറ്റി പറയാനാ വിളിച്ചു വരുത്തിയെ. അവന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല നീ. അയ്യോ നല്ല പയ്യനാ സാറേ, 6 മണിക്ക് മുമ്പ് വീട്ടിൽ പോകുന്നവനാ. ആ നിങ്ങൾ കേക്കണം, പരീക്ഷ സമയം കൂൾ ഓഫ് ടൈമിൽ കൂൾ അടിച്ച് ഓഫ് ആയി കിടന്നവൻ. അതെ ഇവൻ. ടീച്ചറെ ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞപ്പോ പോക്കറ്റിൽ ഇരുന്ന ഹാൻഡ്സ് അപ്പ് ആക്കിയവനാണ് ദേ ഇവൻ. എന്തൊക്കെയാണ് നിന്നെ പറ്റി കേൾക്കുന്നത്? ചുമ്മാ പറയും. എനിക്കേതാ ഒറ്റയ്ക്കൊന്നും മോന്തിയാണല്ലേ ഇപ്പൊ. തായ് വെച്ച തന്തയല്ലോടോ ഉപദേശിക്കാൻ എടുത്ത് എന്തോടോ പറയണ. സോറി സോറി, ഞാൻ കുറച്ച് ഇമോഷനായി പോയി. ഇന്ന് ഉപയോഗിക്കുമ്പോ എനിക്ക് എന്താണ് ഒറ്റയ്ക്ക് ഒന്ന് ഉപയോഗിക്കുന്നത് കേട്ടല്ല. ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് സാർ. നല്ല ബെസ്റ്റ് ഉപദേശം. അങ്ങനെ സാറേ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? അതാണ് ഹൈലൈറ്റ്. നിങ്ങൾക്ക് കുറച്ചാൾ മുട്ടയുടെ കുറവൊന്നും വരില്ല. മുട്ട പരീക്ഷയെ തന്നെ ഇവ ആവശ്യത്തിന് 8 വെച്ചിട്ടുണ്ട്. നല്ല ഉപ്പിലിട്ട കൂടി. ഇങ്ങനെ എന്റെ 10ാം ക്ലാസ് ദേവൂടെയാവും. അയ്യോ എന്തുവാടാ ഈ കേൾക്കുന്ന? എടാ നീ പഠിച്ച ആളാണ്, ഞങ്ങൾക്ക് ജോലിയുള്ളൂ ചെറുക്കാ. നിനക്കൊരു അങ്ങിത്തെ ഇല്ലടാ. അവളെ കെട്ടിച്ചു വിടണ്ടേ? അവൾ ആദ്യം കല്യാണം കഴിച്ചിട്ടെങ്കിൽ എനിക്ക് തന്നെ അവളെ നോക്കേണ്ടി വരില്ല. ഓ അവൻ നല്ലോണം പഠിക്കുന്ന പയ്യല്ലേ, ഇവരെല്ലാം അറിയാം. എടാ ഒന്നിന്റെ ടേബിൾ ഒന്ന് സാറിന് പറഞ്ഞു കൊടുക്കാം. 1 into 1 1 1 into 2 2 1 into 3 3 1 into 4 4 1 into 5 5 1 into 6. അത്രയും കൊച്ചു പറഞ്ഞില്ലേ സാറേ? നീ അങ്ങ് പറഞ്ഞാൽ മതിയാ. ഞാൻ ചോദിക്കട്ടെ, 1947 എന്താ സംഭവിച്ചത് പറയടാ. അയ്യോ എളുപ്പച്ചോദ്യം. എടാ പോയി പറഞ്ഞു കൊടുക്ക. 1946 അവസാനിച്ച്. കണ്ടല്ല നിങ്ങൾ. എന്തുവാടാ ഇത്ര എളുപ്പച്ചോദ്യത്തിന് ഉത്തരം പോലും അതുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയാനാടാ പൊട്ട. നിങ്ങൾ തന്നെ പറ. എടാ പൊട്ട റിപ്പബ്ലിക് ഡേ അല്ലേ സാറേ? കണ്ടടാ സാറ് പോലെ കെട്ടി അതല്ലേ സാറേ? അല്ല റിപ്പബ്ലിക് ഡേ അല്ല, ഗാന്ധിജി. ചുമ്മാ ഒന്നായി പോടോ. അസംബ്ലി ഡിസ്മിസ്.